Hi friends, Mr. Anda പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന GoPro Hero 7ഉം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി പർച്ചേസ് ചെയ്ത GoPro Hero 9 ബ്ലാക്കിൻ്റെയും കമ്പാരിസൺ ആണ്. കംപ്ലീറ്റ് കമ്പാരിസൺ, അതായത് ബിൽഡ് ക്വാളിറ്റി, അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി, ഇതിലെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എല്ലാം കംപ്ലീറ്റ് കമ്പാരിസൺ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളിപ്പോൾ പുതിയതായിട്ട് GoPro വാങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏതാണ് പർച്ചേസ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ഓൾറെഡി GoPro ഓൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 9ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ GoPro 9ൻ്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഈ GoPro Hero 7ൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 20-25 ഇടയിലാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് ഏകദേശം 31,000 റുപ്യ ഉണ്ടായിരുന്നു വില. പക്ഷേ ഞാൻ അത് ബിഗ് ബില്ലിൻ്റെ സമയത്ത് എടുത്തുകൊണ്ടാണ് എനിക്ക് ഏകദേശം 20-ൻ്റെ അടുത്ത് രൂപയ്ക്കാണ്ട് താഴേക്കാണ്ട് കിട്ടിയാണ്ട്. എൻ്റെ വേറെയും കുറച്ച് ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു. GoPro Hero 9 ഇപ്പോൾ ഞാൻ കറൻറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ലാസ്റ്റ് വീക്ക്. അപ്പോൾ സെയിൽ ഉണ്ടായിരുന്നു. SBI കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് 10% ഡിസ്കൗണ്ട്, അതായത് 1,500 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടി. 38,500 രൂപയായി. അത് നോ കോസ്റ്റ് EMI-ലാണ് എടുത്തത്. സെയിലുള്ള കാരണമാണ് അവർ 40,000 ഫ്ലിപ്കാർട്ടിൽ വിൽക്കായിട്ടിരുന്നത്. ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സെയിലില്ലാത്ത സമയത്ത് ഏറ്റവും ബെസ്റ്റ് വാങ്ങാൻ പറ്റിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ 40,000 രൂപയാണ്. അത് ആമസോൺ ICICI കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് നടത്തി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 2,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ആമസോൺ പേയിലേക്ക് വരുന്നതാണ്. അപ്പോൾ 38,000 രൂപയ്ക്ക് സാധനം കിട്ടും. നമുക്ക് ഈ രണ്ട് ക്യാമറയുടെയും കമ്പാരിസണിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ GoPro Hero 9ൻ്റെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. അതിനുശേഷം അത് Hero 7ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സ്ക്രീൻ, 5K റെസൊല്യൂഷൻ, ടൈം വാർപ്പ് 3.0, ഹൈപ്പർ സ്മൂത്ത് 3.0, പിന്നെ ബാറ്ററി ലൈഫ്, ലെൻസ് മോഡ്, ബിൽഡ് ഇൻ മൗണ്ട്, കസ്റ്റം പ്രീസെറ്റ്സ്, പിന്നെ ഇതിലുള്ള ഇൻബിൽഡ് മൈക്ക്, പിന്നെ ഏറ്റവും അവസാനം ഈ രണ്ട് ഇതിൻ്റെ ഫൈനൽ തോട്ട്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. GoPro 9 7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം മാസീവ് ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് ആണ് വരുത്തിയേക്കുന്നത്. ഇപ്പോൾ സൈസ് വൈസ് ആയാലും വലുതാണ്, ബട്ടൺസ് ആയാലും അതിൻ്റെ ക്യാമറയുടെ സൈസ് ആയാലും എല്ലാം കമ്പാരിറ്റീവ്ലി ഭയങ്കര വലുതാണ്. GoPro 9 എനിക്ക് ഏറ്റവും ഇംപ്രസീവായി തോന്നിയ അപ്ഗ്രേഡിലൊന്നാണ് ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ. ഇപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ മറ്റേ പഴയ GoPro 7ൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഫ്രെയിമിൽ കവർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി മനസ്സിലാവുന്നില്ല. നമുക്കൊരു ഊഹം വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനാണ്. Hero 9 നമുക്ക് എത്രത്തോളം ഫ്രെയിം കവർ ആവുന്നുണ്ട്, തല കട്ടാവുന്നുണ്ടെന്നൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഫ്രണ്ടിലെ സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഗ്രേഡാണ് ഇവർ ചെയ്തേക്കുന്നത്. അടുത്ത് നമുക്ക് GoPro 9ൻ്റെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് കിടക്കാം. GoPro 9ൽ 5K ക്വാളിറ്റിയിൽ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. GoPro 7ൽ 4K റെസൊല്യൂഷൻ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഫൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചുതരാം. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ നോർമൽ 100%ലാണ് സൂം ചെയ്ത് വെച്ചേക്കുന്നത് രണ്ടിൻ്റെയും. ഈ സെയിം ഫൂട്ടേജ് തന്നെ നമ്മൾ 100%, 200%, 300%, 400% വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും അധികം ക്വാളിറ്റി ലോസ് ഇല്ല. എന്നാലും ചെറിയൊരു ബെറ്റർ ക്വാളിറ്റി എന്ന് ഫീൽ ചെയ്യുന്നത് Hero 9ൻ്റെയാണ്. ഇപ്പോൾ കാണുന്നത് നിങ്ങൾ 800% സൂമിലാണ്. എന്നിട്ട് കൂടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഫൂട്ടേജ് റെക്കോർഡ് അയക്കുന്നത് Hero 9ൽ. Hero 7ൽ ഷൂട്ട് ചെയ്തേക്കുന്നത് മോശം ഫൂട്ടേജ് എന്നല്ല, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ഫൂട്ടേജ് വന്നേക്കുന്നത് Hero 9ലാണ്. ഇപ്പോൾ രണ്ടിലും 4K 30 FPS ഷൂട്ട് ചെയ്യണത്. സ്റ്റെബിലൈസേഷൻ ഓണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നു രണ്ടിലും സ്റ്റെബിലൈസ്ഡ് നല്ല ഫൂട്ടേജാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫൂട്ടേജ് തോന്നുന്നത് GoPro 9ൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻ്റേണൽ മൈക്കിൻ്റെ ഓഡിയോ തന്നെയാണ്. അപ്പോൾ രണ്ടിലും ഞാൻ മാറി മാറി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ഓഡിയോ എന്നുള്ളത് മനസ്സിലാവുന്നതാണ്. വ്ളോഗേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ എനിക്ക് തോന്നുന്നത് GoPro 9 തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ് ഫ്രെയിമിൽ ക്യാപ്ചർ ആവുന്നത്, വീഡിയോ ക്വാളിറ്റി ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, നല്ല ക്ലിയർ ആണോ എന്നൊക്കെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ഇരുട്ടുള്ള പോലെയാണ് കാണുക. കാരണം ബാക്കിൽ നല്ല ലൈറ്റ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഫ്രെയിം ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫൂട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും മറ്റുള്ള മോഡൽസ് എന്ന് അറിയാൻ പറ്റില്ല. കാരണം അത് ഷൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഫൂട്ടേജ് കാണാൻ തന്നെ. അപ്പോൾ ഇത്ര നേരം യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഡ്രോബാക്ക് മറ്റേ GoPro 9ൽ തോന്നുന്നത് ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ നോക്കിയേക്കാം. Hero 9ൽ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ് വേർഷൻ ഉള്ളത്. Hero 7ലെ ഏറ്റവും ഫസ്റ്റ് വേർഷനാണ് ഹൈപ്പർ സ്മൂത്തിൻ്റെ ഉള്ളത് 1.0. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ്. ഇപ്പോൾ ഫൂട്ടേജ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. GoPro 9ൽ ഹൈപ്പർ സ്മൂത്ത് ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡും കൂടി ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ എത്ര ഷെയ്ക്ക് ചെയ്താലും അതിൻ്റെ അതൊന്നും നമ്മളെ ഫൂട്ടേജിലേക്ക് അത്ര എഫക്റ്റ് ആവുന്നില്ല. ഇപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇത് ഞാൻ ഈ സെയിം വീഡിയോ ഇതിൻ്റെ
അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എത്രത്തോളം സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജ് ഗോപ്രോ ഹീറോ 9 എടുക്കാൻ പറ്റുന്നുള്ളത്. അടുത്ത് നമുക്ക് ടൈം വാർപ്പ് നോക്കി നോക്കാം. ഗോപ്രോ 9 3.0 ആണ് വേർഷൻ യൂസ് ചെയ്തേക്കുന്നത്. ഏറ്റവും ഇനീഷ്യൽ വേർഷനാണ് ഹീറോ 7 ഉള്ളത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ടൈം വാർപ്പ് 3.0 അപ്ഗ്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം വാർപ്പ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്ക്രീനിൽ തന്നെ സ്റ്റാർട്ട് റിയൽ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓഡിയോ കൂടി അതിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ റിയൽ ടൈമിൽ എന്ന് നടക്കുന്നത് അതേപോലെ റെക്കോർഡാവും. എന്നിട്ട് വീണ്ടും സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ടൈം വാർപ്പിലേക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഹീറോ 7 ടൈം വാർപ്പിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഒക്കെ വന്നത് 3.0 ഇപ്പോൾ ടൈം ലാപ്സും ടൈം വാർപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലാപ്സ് എന്ന് പറഞ്ഞാൽ ക്യാമറ സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മൂവ്മെൻറ്റ് ഫാസ്റ്റ് ഫോർവേഡായിട്ട് ഷൂട്ട് ചെയ്യുന്ന ബെസ്റ്റാണ് ടൈം ലാപ്സ്. ടൈം വാർപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വണ്ടിയുമ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫുട്ടേജ് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം വാർപ്പായിരിക്കും. കാരണം സ്റ്റെബിലൈസേഷനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് ടൈം വാർപ്പിലാണ്. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ടൈം വാർപ്പ് 3.0 ആണ്. കാരണം ഈ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് റിയൽ ടൈം ആയിട്ട് ഓഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് വീണ്ടും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ബാറ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഗോപ്രോ ഹീറോ 9 1720 mAh ബാറ്ററിയാണ്. ഗോപ്രോ ഹീറോ 7 ഗോപ്രോ ഹീറോ 8 1220 mAh ബാറ്ററിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മികച്ച ബാറ്ററി ബാക്കപ്പ് തരാൻ പോകുന്നത് ഹീറോ 9 തന്നെയായിരിക്കും. ഇപ്പോൾ സൈസ് വൈസ് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വലിയ ബാറ്ററിയാണ് ഗോപ്രോ 9 കൊടുത്തേക്കുന്നത്. അടുത്തൊരു ബെറ്റർ അപ്ഗ്രേഡ് എനിക്ക് ഗോപ്രോ 9 തോന്നിയത് ഇതിൻ്റെ ഇൻ്റർചേഞ്ചബിൾ ലെൻസാണ്. കാരണം നമുക്ക് ഈ ലെൻസ് ഊരിയിട്ട് ഇതിൻ്റെ മോഡ് ലെൻസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ കറൻ്റ് മാർക്കറ്റിൽ മോഡ് ലെൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡ് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു കുറച്ചുകൂടി ബെറ്റർ പോസിബിലിറ്റിയിലേക്കാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. കാരണം ഈ ഒരു ലെൻസ് മാറ്റിയിട്ട് നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ഒരു മാക്രോ ലെൻസ് ഇറക്കാവുന്നതാണ്. അപ്പോൾ മാക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ DSLR പോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ലെൻസ് ഒരു ഭാവിയിൽ ഇറക്കിയേക്കാം. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ലെൻസ് വന്നു കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിപ്പോൾ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവർ സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഇൻ്റർചേഞ്ചബിൾ ലെൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഒരുപാട് ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസിന് അവർ ലെൻസസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മാക്രോ അല്ലെങ്കിൽ സൂം ലെൻസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതേ കമ്പനി അല്ലെങ്കിൽ വേറൊരു കമ്പനി ഇതേപോലത്തെ ലെൻസുകളായിട്ട് വന്നേക്കാം. ഇതേ ലെൻസ് ഊരാൻ പറ്റിയ ഫീച്ചർ ഹീറോ 7 ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസ് ഊരിയിട്ട് ഇതേ ലെൻസ് തന്നെയാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ആക്ഷൻ ക്യാമറ ആയ കാരണം ഇതൊക്കെ നിലത്ത് വീണ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പാറയമേലൊക്കെ ഈ ഭാഗം ഇടിച്ച് വീണ് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും പൊട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഈ ഒരു ലെൻസ് മാത്രം മാറ്റിയിട്ട് നമുക്ക് വേറെ വീണ്ടും പുതിയത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഹീറോ 8 ഏറ്റവും വലിയ ഡൗൺ ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നിയതും ഈ ഒരു ഫീച്ചർ തന്നെയായിരുന്നു. കാരണം ഹീറോ 8 ഈ ഒരു ലെൻസ് ഊരിയിട്ട് വീണ്ടും അത് പുതിയത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പൊട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബോഡി അടക്കം മാറ്റണം. അടുത്തത് നമുക്ക് മൗണ്ട് നോക്കി നോക്കാം. ഗോപ്രോ 9 യൂസ് ചെയ്തേക്കുന്നത് ബിൽഡിൻ മൗണ്ടാണ്. ഇത് ഹീറോ 8 ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതേ സെയിം സാധനം തന്നെയാണ് ഗോപ്രോ 9 യൂസ് ചെയ്തേക്കുന്നത്. ഹീറോ 7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മേജർ ആയിട്ടുള്ള അപ്ഗ്രേഡ് ആയിരുന്നു ബിൽഡിൻ മൗണ്ട് എന്ന് പറയുന്നത്. കാരണം ഹീറോ 7 മൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തനിയായിട്ടൊരു കേസ് കൂടെ കൊണ്ടു നടക്കണം. അപ്പോൾ യൂസ് കേസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫീച്ചർ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത് ഗോപ്രോ 9 അടുത്ത നമുക്ക് കസ്റ്റം പ്രീസെറ്റ്സ് നോക്കി നോക്കാം. ഗോപ്രോ 9 വീഡിയോ മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കുറച്ച് പ്രീസെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1080p ഒരു പ്രീസെറ്റ് ഉണ്ട്, 4K ഉണ്ട്, 5K ഉണ്ട്, സ്ലോ മോഷൻ ഒരു പ്രീസെറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തനിത്തനിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടൊരു പ്രീസെറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇതിലിടാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലത്തെ വീഡിയോ ഷൂട്ടിൻ്റെ മോഡ്സ് നമുക്ക് എളുപ്പത്തിൽ മാറ്റിയിട്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റും. ആ ഒരു ഫീച്ചർ 7 ഇതിൽ ഒരേ ഒരു സിംഗിൾ പ്രീസെറ്റ് ഉള്ളൂ. നമ്മൾ അതിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് എല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാനായാലും 4K ഷൂട്ട് ചെയ്യാനായാലും ഫ്രെയിം റേറ്റ് മാറ്റാനാണെങ്കിലും ഒക്കെ ഒരൊറ്റ പ്രീസെൻ്റ് ഉള്ളിൽ കയറിയിട്ട് വേണം നമ്മളത് മാറ്റാൻ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ യൂസബിലിറ്റിയും ഫാസ്റ്റായിട്ട് മോഡ്സ് മാറ്റാനും ഏറ്റവും ബെസ്റ്റ് ഹീറോ 9 അപ്പോൾ നമ്മൾ ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും കംപ്ലീറ്റ് കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത്, ഓഡിയോ ചെക്ക് ചെയ്ത്, അതുപോലെ തന്നെ യൂസ് കേസ് എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഹീറോ 9 തന്നെയാണ്. ഗോപ്രോ 9 എനിക്ക് തോന്നിയ രണ്ട് ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 4K അല്ലെങ്കിൽ 5K കുറേ നേരം ഷൂട്ട് ചെയ്യുമ്പോൾ, അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. അത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാർജിങ് കേബിൾ കുത്താനുള്ള പോർട്ടാണ്. അത് ബാറ്ററി എക്സ്പോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ അതേ സെക്ഷനിൽ തന്നെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഗോപ്രോ ഹീറോ 7 അത് തനിയായിട്ടാണ്. ഇപ്പോൾ ചാർജിങ്ങും അതേപോലെ HDMI കേബിൾ കുത്താനുള്ള പോർട്ട് തനി സ്ഥലത്താണ്, അതേപോലെ തന്നെ ബാറ്ററി തനിയായ സ്ഥലത്താണ്. അവിടെ തന്നെയാണ് SD കാർഡും. എന്തുകൊണ്ട് പുതിയതായിട്ടൊരു ആക്ഷൻ ക്യാമറ വാങ്ങാൻ പോകുന്ന ഒരാൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽ ഹീറോ 7 ബെറ്റർ ഹീറോ 9 ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഹീറോ 7 ആണ്. അപ്പോൾ ഞാൻ ഇതിന്ന് ഹീറോ 9 ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം എൻ്റെ യൂസ്
യൂസിന് ഈ ഹീറോ 7 തന്നെ ധാരാളം. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഹീറോ 9 റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം അവൻ ആദ്യമായിട്ടാണ് ഒരു ഗോപ്രോ ആക്ഷൻ ക്യാമറ വാങ്ങുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു ആക്ഷൻ ക്യാമറ വാങ്ങാൻ പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാങ്ങിക്കുന്നതാവും. കാരണം എല്ലാം ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ യൂസും അതേപോലെ തന്നെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഗോപ്രോ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ചാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹീറോ 7 ആണെങ്കിൽ ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യില്ല ഹീറോ 9ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ. ഹീറോ 7ൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് ഹീറോ 9 ആണ്. കാരണം ഇതിലുള്ളത് ഹൈപ്പർ സ്മൂത്ത് 3.0 ടൈം വാർപ്പ് 3.0 ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ തന്നെ ഹിൻസൈറ്റ് എന്നൊരു ഫീച്ചർ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 30 സെക്കൻഡ് വരെ നമുക്ക് ഇതിൽ ക്യാപ്ചർ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ അതല്ലാതെ ഷെഡ്യൂൾഡ് ക്യാപ്ചർ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ഹീറോ 9 തന്നെയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ഗോപ്രോയുടെ പുതിയ ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ടൊരു ഗോപ്രോ വാങ്ങുന്നവർക്ക് എന്തുകൊണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽ ഹീറോ 9 ആയിരിക്കും ബാക്കിയുള്ള ഏത് മോഡലിനേക്കാളും. ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആരെങ്കിലും ഗോപ്രോയോ വേറെ ഏതെങ്കിലും ആക്ഷൻ ക്യാമറയോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ അൺബോക്സിംഗ്, ഇതേപോലെ റിവ്യൂ വീഡിയോസ്, ടെക് ടിപ്സ് ഇതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.